പേഴ്സണലായാലും ഒഫീഷ്യലായാലും നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനും ആശ്രയിക്കുന്നത് വാട്സപ്പിനെയാണ്. ഇങ്ങനെ വാട്സപ്പിനെ ഏത് കാര്യത്തിനും ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചാറ്റെങ്കിലും മറ്റൊരാൾ തുറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വകാര്യ ചാറ്റ് ഏതൊരു വാട്സപ്പിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, ചാറ്റുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കുറച്ച് മുമ്പ് കൊടുത്ത ഒരു അപ്ഡേറ്റാണ് ചാറ്റ് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമുക്ക് ചില ചാറ്റുകൾ ലോക്ക് ചെയ്ത് വെക്കാം, ആവശ്യമുള്ള ചാറ്റുകൾ ലോക്ക് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തിക്കെന്നാലും അതൊന്ന് നോക്കാം. നമ്മൾ വാട്സപ്പ് തുറന്ന് ഒരു പ്രൊഫൈലിലേക്ക് പോയാൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഏത് പ്രൊഫൈലാണോ അതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മേലെ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ചാറ്റ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് ലോക്ക് എടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഫേസ് ID വെച്ചിട്ട് നമുക്കത് ലോക്ക് ചെയ്യാം. അത് ലോക്കായി. ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന ചാറ്റ് ഇതാ ലോക്ക്ഡ് ചാറ്റ് എന്നും പറഞ്ഞിങ്ങനെ മേലെ കാണിക്കും. അപ്പം നമ്മളെ വാട്സപ്പിൽ നിന്ന് ആ ചാറ്റ് ഒരാൾക്ക് തുറക്കാനായിക്കില്ലെങ്കിലും അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് സ്വകാര്യ ചാറ്റുകൾ ഉണ്ടെന്ന് മറ്റൊരാൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് തുറക്കണമെങ്കിൽ നമ്മൾ നമ്മളെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫേസ് ID എന്താണോ അത് കൊടുക്കണം, എന്നാലും അത് തുറക്കാനാവും. തുറന്നുള്ളിൽ പോയി ഇനിയാ രസമുള്ളത് സംഭവം എന്താ വെച്ചാൽ, ഈ ചാറ്റ് നമുക്ക് വാട്സപ്പിൽ നിന്നേ ഒഴിവാക്കുക. അതായത് ആരെടുത്ത് നോക്കിയാലും ഇങ്ങനെ ഒരു ചാറ്റ് ഇല്ലാത്ത രീതിയിൽ, കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കുക. അതിനുള്ളൊരു ഓപ്ഷനാണ് പുതിയ അപ്ഡേറ്റിൽ വാട്സപ്പ് കൊടുത്തത്. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് ചെയ്ത ചാറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ 3 ഡോട്ട് കാണാം മേലെ, അത് ക്ലിക്ക് ചെയ്യുക. സംഭവം തിരിഞ്ഞിക്കുക. അതായത് ഒന്ന് ബാക്ക് വന്ന് കാണിച്ചു തരാം. അതായത് ലോക്ക്ഡ് ചാറ്റ് എന്നുള്ള ഈ സംഭവം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുക. എന്നിട്ട് ആ ലോക്ക് ചെയ്ത ചാറ്റുകൾ ഇവിടെ ഉണ്ടാവും. എത്ര ചാറ്റ് വേണമെങ്കിൽ ലോക്ക് ചെയ്യട്ടോ, അതടക്കട്ടെ. അതിന് മേലെ 3 ഡോട്ട് ഉണ്ടാവും. ഈ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നിട്ടൊരു സംഭവം ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ പുതിയ വന്ന് കാണാം. അതിന് നേരെ ഒരു ടൊഗിൾ ഉണ്ടാവും, അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കുന്ന നേരം ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്നുള്ള ഒരു സംഭവം ഇവിടെ കാണും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള മറന്നു പോകാത്ത ഒരു 4 അക്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് അവിടെ അടിച്ചിട്ടേക്കുക. ഞാനിപ്പോൾ ഒരു കോഡ് ജസ്റ്റ് കാണിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്ത് അതേ കോഡ് ഒന്നുകൂടിയും കൊടുത്തിട്ട് കൺഫേം ചെയ്യുക. ഡണ്ണ് കൊടുത്ത് ഓക്കെ, സെറ്റായി. ഇനി നമ്മൾ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ലോക്ക്ഡ് ചാറ്റും ഇല്ല, നമ്മൾ ലോക്ക് ചെയ്ത ആ ചാറ്റും ഇല്ല, അതൊന്നും ഒരിക്കലും കാണാനാകില്ല. തിരിഞ്ഞിക്കുക സംഭവം. പിന്നെ ഇതേടെ കാണും ചങ്ങായി എന്ന് ചോദിച്ചാൽ സെർച്ച് ബാർ എടുത്തിട്ട് നമ്മൾ ഏത് കോണ്ടാക്റ്റ് ആണോ ലോക്ക് ചെയ്ത് അതൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന നേരം നമ്മളെ പാസ്വേഡ്, ഫിംഗർ പ്രിൻ്റും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. സംഭവം തീർന്നോ? ഇങ്ങനെ കുറേ ചാറ്റുകൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ ഇത് വേണ്ടാന്ന് തോന്നി, ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്ന ചാറ്റുകൾ നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ അത് ഒഴിവാക്കേണ്ടി ഇടുന്ന അതിനും ഒരു വഴിയുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ഒഴിവാക്കാൻ നമ്മളെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പ്രൈവസി എന്നുള്ള ഭാഗത്ത് പോവുക. എന്നിട്ട് നേരെ താഴേക്ക് പോയാൽ ചാറ്റ് ലോക്ക് എന്നുള്ളൊരു സംഭവം കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അൺലോക്ക് ആൻഡ് ക്ലിയർ ഓൾ എന്നുള്ള ഒരു ചോന്ന എഴുത്തൂടെ കാണാം, അതൊന്ന് ഞെക്കി കൊടുക്കുക. അൺലോക്ക് ആൻഡ് ക്ലിയർ എന്നുള്ള ചോന്ന് പിന്നെ ഞെക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫിംഗർ പ്രിൻ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെയായി. സംഭവം തീർന്നോ? അപ്പോൾ നമ്മളെ ചാറ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കുകയുള്ള വാട്സപ്പിൻ്റെ ഈ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.